നമ്മുടെ കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനം 11-ാം അധ്യായത്തിൽ നിന്ന് ദൈവസഭയോട് നമുക്കുണ്ടായിരിക്കേണ്ട താല്പര്യങ്ങളിൽ 4 കാര്യങ്ങളാണ് കുറച്ച് ആരാധന കഴിഞ്ഞുള്ള സമയം ചിന്തിച്ചത്. ഇപ്പോഴും നമ്മൾ 1 മണിക്കൂറില്ല. ഞാൻ 1 മണി എന്നാണ് പറയുന്നത്. നമുക്കൊരു 50 വരെയൊക്കെ പോകാം. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ നിന്ന് പൗലോസ് സഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ, നേരത്തെ 4 ആയിരുന്നു, 3 കാര്യങ്ങളാണ് ഇപ്പോൾ ചിന്തിക്കാൻ പോകുന്നത്. ഇയാളെ ഇതൊക്കെ ഉള്ളൂ ഇതാണ് എന്നെ ഇങ്ങനെ നിർത്തുന്നതും ചെല്ലുന്നത് വിശ്വാസികൾക്കൊരു ഞാൻ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി വരാൻ ദൈവം ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് ഒന്നുമില്ല 3-ാം അധ്യായത്തിലേക്ക് വരാം. ആ 3-ാം അധ്യായത്തിൽ ദൈവ സഭ എന്താണെന്നുള്ളതിന് 3 കാര്യങ്ങൾ പൗലോസ് പറയുന്നത് ദൈവസഭയാണ്. അതില് 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ദൈവസഭ ഒരു കുടുംബമാണ് എന്ന് പൗലോസ് വിവരിക്കുകയും ചെയ്യുന്നത്. കുടുംബം നമ്മൾ പറഞ്ഞില്ലെങ്കിലും ആ ഒരു ആശയമാണ് ആ 3 വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. രണ്ടാമത് ദൈവസഭ എന്താണെന്നുള്ളത് അതിന്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ദൈവസഭ കൃഷിയാണ്, ദൈവത്തിന്റെ കൃഷിയാണ് എന്ന് കാണുന്നത്. മൂന്നാമത് അതിന്റെ 10 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ദൈവസഭ ഒരു മന്ദിരം. ദൈവസഭ ഒരു കുടുംബമാണ്, ദൈവസഭ കൃഷിയാണ്, ദൈവസഭ മന്ദിരമാണ്. നമുക്ക് അത് സംബന്ധിച്ചുള്ള അഭിപ്രായ കാര്യങ്ങൾ നോക്കാം. ദൈവസഭയെ സംബന്ധിച്ച് കുടുംബമാണ്. ദൈവസഭ കുടുംബമാണെന്ന് പറയുന്ന 2 വാക്യങ്ങൾ തൽക്കാലം ഞാൻ ഉദ്ധരിച്ചുവിടാം, അല്ലെങ്കിൽ ആ റെഫറൻസ് പറഞ്ഞുവിടാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങൾ 19-ാം വാക്യമാണ്. ദൈവത്തിന്റെ മന്ദിരം, ദൈവത്തിന്റെ നിവാസം എന്നവിടെ പറയുന്നത്. ദൈവഭവനക്കാർ നിങ്ങൾ ഇനി അന്യരും പരിദേശികളുമല്ല, ദൈവത്തിന്റെ ഭവനക്കാരാണെന്ന് പറയുന്നുണ്ട്. അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2-ാം അധ്യായം എഫേസ്യർ. കൂടാതെ പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ ആത്മീയ ഗ്രഹം എന്നവിടെ പറയുന്നു. ആത്മീയ ഗ്രഹം. അപ്പൊ ഇവിടെയൊക്കെ ദൈവസഭയെ ഒരു കുടുംബത്തോട് ബന്ധപ്പെട്ടാണ്. എന്റെ മനസ്സിലെ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഗൗരവമായി പോകണം. നമ്മുടെ സഭ ദൈവത്തിന്റെ കുടുംബം. നമ്മളൊക്കെ ആ കുടുംബത്തിന്റെ അംഗങ്ങളാണ്. ഈ കുടുംബാംഗങ്ങളുടെ പോരായ്മ നമ്മൾ വെളിയിൽ പറയുമ്പോൾ കാണുന്നവരോടൊക്കെ എന്റെ പ്രായം ചെയ്തില്ല, അവിടെ വീട്ടിൽ നിന്നും വഴക്കാം, ആരെങ്കിലും സുഖമുള്ള കാര്യം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി പയ്യന്മാരെ മക്കള് അവന് അനുസരണം കെട്ടവനും ഒക്കെ എന്നാരും പറയുന്നില്ല. അവൻ എത്ര അനുസരണം കെട്ടവനാണെങ്കിലും പറയുന്നതെന്ന് പറയാം, എന്താ മുന്നേ പോലെ കൊള്ളാവുന്ന ഈ പഞ്ചായത്തിലെ ഇല്ലെന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ കുടുംബാംഗങ്ങളുടെ വൈകല്യം കേൾക്കണം. നിങ്ങളെ കുടുംബാംഗങ്ങളുടെ വൈകല്യം പുറത്തു പറയുക. എന്നാൽ ഇന്ന് വന്നിരിക്കുന്ന കുഴപ്പമില്ല. സ്ഥലം സ്വയിൽ എന്തെങ്കിലും വൈകല്യം വന്നാൽ വൈകല്യം ഉണ്ടായില്ല, പക്ഷെ അതെന്ത് ചെയ്യണമെന്ന് പരിഹരിച്ചു പോകണം. ഇല്ലേ? പടവൃത്തനോട് പറഞ്ഞു ഇതായും പറയാതെയും ഒക്കെ ഇരിക്കുക. കുറെ നാളായിട്ട് പുള്ളി തമിഴ്നാട്ടിലല്ല. അപ്പൊ അതിന് വൃത്തനോട് പറഞ്ഞു, സഹോദര ഇങ്ങനെ കോപം വെച്ചുകൊണ്ടൊന്നും ഇരിക്കരുത്. പൗലോസ് പറഞ്ഞിട്ടില്ലേ സൂര്യൻ അസ്തമിക്കുമ്പോൾ കോപം വെച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞിട്ടില്ലേ? സഹോദരൻ എത്ര കാലമായി കോപം വെച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്? അപ്പോൾ ഈ ബുദ്ധിമാൻ പറയുകയാണ്, സൂര്യൻ അസ്തമിക്കുന്നില്ലല്ലോ.
സൂര്യൻ അസ്തമിക്കുന്നില്ല, അസ്തമിക്കട്ടെ, അപ്പൊ ഞാനെന്റെ കോപം മാറ്റാം. നമ്മൾ പറയുന്നതല്ലേ സൂര്യൻ അസ്തമിക്കുന്നു അസ്തമിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നില്ല, അതുകൊണ്ട് അതിന്റെ കോപം ഞാൻ മാറ്റാത്തത്. ഇവർക്കൊക്കെ അവിടെ ചെല്ലുമ്പോഴല്ലോ കിരീടത്തിന്റെ കോപത്തിരിക്കണം, വൈകിരിക്കണം. ഞാൻ പറഞ്ഞത് നമ്മുടെ കുടുംബാംഗങ്ങളുടെ പോരായ്മ. ചില ആളുകളുണ്ട് ചില ക്യാമ്പുകൾക്കോ മീറ്റിങ്ങുകൾക്കോ ഒക്കെ പോകുന്നു. മറ്റു സഭയിൽപ്പെട്ട നമ്മുടെ തന്നെ മറ്റു സഭയിൽപ്പെട്ട ആളുകൾ ചോദിക്കും, എങ്ങനെയുണ്ട് സഭയൊക്കെ? ചിലരുടെ മറുപടി എന്തായാലും ഒന്നും പറയാതിരിക്കുന്നതാണ്. ഞാനൊരു വസ്തുത പറയാം, പോരായ്മകൾ ഉള്ളത് അവിടെ തീർത്തു പോവുക, അല്ലെങ്കിൽ അവിടെ ഇവിടെ പറഞ്ഞു നടക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ മലർന്നു കിടന്ന് അത് അവിടെ ആരെ കുറിച്ച് പറയുന്നു അവർക്ക് മാത്രമല്ല നമുക്കും അത് ബാധകമാണ്. അത് പ്രത്യേകിച്ച് ഓർക്കണം, നമ്മുടെ കുടുംബമല്ല. നമുക്ക് എത്ര അപ്പന്മാരുണ്ട്, ജഡപ്രകാരമല്ല, നമുക്കൊക്കെ എത്രയുണ്ടെന്നേ. നമ്മൾ അങ്ങനെ പ്രാക്ടിക്കലി ഒന്ന് ചിന്തിച്ചു നോക്കണം. നമ്മളിത് തലയ്ക്ക് നമ്മളൊക്കെ ആണല്ലോ അല്ലെങ്കിൽ ഹാർഡ്വെയർ അല്ലെ, ഹാർഡ്വെയർ ഈ IT ഭാഷയിൽ പറഞ്ഞ സോഫ്റ്റ്വെയർസ് ആയിരുന്നു, എല്ലാ ഹാർഡ്വെയറും വളരെ കഠിനമായ യുദ്ധത്തിനൊക്കെയാണ് ചിന്തിക്കുന്ന ഘട്ടങ്ങളിലുള്ള ചിന്ത. അത് ചിലർ വീട്ടിൽ വന്നാൽ ഘട്ടമില്ല ചിന്തിക്കുന്നത്, ഭാര്യയോട് ചോദിച്ചാൽ ഘട്ടങ്ങളിലൂടെ ഹാർഡ് ലെവലില്ല. ഞാനിവിടെ പറഞ്ഞിരിക്കുന്നതോട് പറയാം, നിങ്ങൾ എന്നാ വലിയ ജോലിക്കാരാണ്, എന്നാ വലിയ ഭാഷകാരാണ്, എന്നാ വലിയ ശമ്പളം കിട്ടുക, വീട്ടിൽ വരുമ്പോൾ ആ ഘട്ടങ്ങളൊക്കെ മാറ്റിയിട്ട് ഹാർഡ് ലെവലിലേക്ക് വരാം. ഒരു പാവം പിടിച്ച പെണ്ണുങ്ങളുടെ അവിടെ ഉടനെ അവിടെ ഇനി ഇപ്പം വരും കൊണ്ട് ചായ പല വട്ടമായിട്ട് ചൂടാക്കി വെച്ചിരിക്കും. അവിടെ അടുത്ത് ഹാർഡ് ലെവലൊന്നും പറയാൻ പോകണം, ഹാർഡ് ലെവലൊന്നും പറയാൻ പോകണം. നമ്മുടെ കുടുംബത്തിൽ നാം പെരുമാറുന്ന വിധമാണ് പലപ്പോഴും സഭയിൽ ഉണ്ടെന്ന്. സഭയില് നമുക്ക് കർശനമായി പറയേണ്ട കാര്യങ്ങൾ കർശനമായി പറയണം. അതെല്ലാവരും ഇപ്പൊ ഒരാളോട് പറയുന്നത് എല്ലാവരും കേൾക്കാൻ പറയണം. ചില കുടുംബന്മാരോട് വലിയ പ്രസംഗരാണ്, അവർക്ക് സമയം കിട്ടി കഴിഞ്ഞാല് ആരോടൊക്കെ ദേഷ്യമുണ്ടോ അവർക്കെല്ലാം ശനിയാഴ്ച തയ്യാറാക്കുമ്പോഴേ ചാണകങ്ങളൊക്കെ ഈ പോയിട്ട് സത്യരാജന് ഈ പോയിട്ട് ഞാൻ പറഞ്ഞാൽ വരുന്നത് ആർക്കെല്ലാം ഗുണം ചെയ്യുന്നേ. വെറുതെ മനുഷ്യന്റെ 50 മിനിറ്റ് കളയുകയാണ് ചെയ്യുന്നത്. ഈ പൊതുപ്രയോജനത്തിനുള്ളത് കൂടെ അവര് വളരട്ടെ, ദൈവത്തെ അറിയട്ടെ, ദൈവാനുരൂപമായി തീരട്ടെ. ദൈവത്തിന് പഠിക്കേണ്ടത് നമ്മുടെ തലയെ വളർത്താനല്ല, ദൈവാനുരൂപമായി മാറേണ്ടതിനായിട്ടാണ് വചനം പഠിക്കേണ്ടത്. മനസ്സിലാക്കില്ലേ? വചനം പഠിക്കേണ്ടത് അതിനാണ്, നമ്മുടെ തലയെ വളർത്താനല്ല. മുതൽ ഒരുപാട് ഏത് രീതിയിൽ ചോദിച്ചാലും കൂടി എന്നാണ്. അത് ഞാൻ ചോദിക്കട്ടെ, അത് എന്നെ രൂപാന്തരപ്പെടുത്തുന്നില്ലെങ്കിൽ എനിക്ക് എന്ത് അറിവുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ പ്രയാണം. നിങ്ങളൊന്ന് ചിന്തിക്കുക. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം, എനിക്ക് ഹിസ്റ്റോളജി അറിയാം, ന്യൂമറ്റോളജി അറിയാം, എനിക്ക് ആന്ത്രോപോളജി അറിയാം, എന്തൊക്കെ ആന്ത്രോപോളജി അറിയാം, പിന്നെ എല്ലാ ഓളജിയോളജി അറിയാം, എസ്കറ്റോളജി അറിയാം, ഇക്ലീസിയോളജി അറിയാം, എല്ലാ ഓളജിയും പഠിച്ചിരുന്ന തലയിരിക്കുക. പക്ഷെ എന്നെ അത് രൂപാന്തരപ്പെടുത്തുന്നില്ലല്ലോ. എന്താ പറയാമോ? അതുകൊണ്ട് ഇവിടെ വല്ലപ്പോഴും ഒക്കെ പ്രബോധിപ്പിക്കുകയും പഠിപ്പിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ചെറുപ്പക്കാരും പ്രായമുള്ളവരും ഒക്കെ കാണുമല്ലോ. ഞാൻ ഇപ്പോൾ പറയുകയാണ്, ഓരോ ദിവസവും നാം ദൈവജനം തയ്യാറാക്കുന്നതാണ്. ഹല്ലേലൂയ. അത് നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെ കരയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ തകർത്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളെ ഊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്കും അത് പ്രയോജനം ചെയ്യും. അല്ലെങ്കിൽ മുടങ്ങുന്ന ചെമ്പോ ചേർക്കുന്ന കൈത്താളവുമായി കൂടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ സഭ ഒരു കുടുംബമാണ്, ചിന്ത നമുക്ക് വേണം.
ഇവിടെ കുടുംബമാണെന്ന് പറയുന്ന കുറെ വാക്കുകൾ നമുക്കിവിടെ കാണാൻ കഴിയും. ഒന്നാമത് ശിശുക്കൾ എന്നൊരു വാക്കുണ്ട്. ശിശുക്കൾ പാലെന്ന് വരുന്നുണ്ട്. പാല്. പിന്നെ പറയുന്നുണ്ട് ഭക്ഷണം പറയുന്നുണ്ട്. പാല്, ശിശുക്കള്, പാല്, ഭക്ഷണം. പിന്നെ പറയുന്നു ഈർഷ്യ, പിണക്കം. ഇതെല്ലാം ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. കുടുംബത്തിൽ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊരിന്ത്യരോട് പറയുമ്പോൾ നമ്മുടെ ദൈവസഭയും നാം വിട്ടു നിൽക്കുന്ന സഭയും ഒരു കുടുംബമാണെന്നുള്ള ചിന്ത നമ്മൾ പഠിക്കണം. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകണമല്ലോ. നമ്മുടെ സഭ ഒരു കുടുംബമാണെങ്കിൽ കുടുംബത്തിൽ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി എന്താണെന്നറിയാമോ? കുടുംബാംഗങ്ങൾ പക്വതയുള്ളവരായിരിക്കും. കുടുംബമാണെങ്കിൽ, ദൈവസഭ ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബാംഗങ്ങൾ ആരായിരിക്കണം? അതെ, പക്വതയുള്ളവരായിരിക്കണം. ഇന്ന് കുടുംബങ്ങളിൽ പക്വതയില്ലാതെ വരുന്നതാണ് എന്നും ഈ ശാന്ത, അല്ലേ? ചില വീട്ടിൽ എന്നും പാടുന്ന കുരിശിക്ക് പാടുന്നുണ്ട്. ചില കുടുംബത്തിൽ എന്നും പാടേണ്ട കുരിശിക്ക് പാട്ടുണ്ട്. എന്നാന്നറിയാമോ? കണ്ണുനീരും കൈയേറ്റുമല്ല എല്ലാ ദിവസവും കടക്കുമ്പോ കാണുമോ? എല്ലാ ദിവസവും കടന്നില്ല, എല്ലാ ദിവസവും കടക്കാം, എല്ലാ ദിവസവും വ്യത്യാസം, എല്ലാ ദിവസവും ശബ്ദ. അത് പക്വതയില്ലാത്തതിന്റെ ലക്ഷണമാണ്. സഹോദരിമാരെ, സഹോദരന്മാരെ, യുവാക്കളെ, നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ തിരുമല സഭ ഒരു കുടുംബമാണെന്നുള്ള അവബോധത്തിൽ വേണം ഓരോരുത്തരും ഈ കുടുംബത്തിൽ പ്രവർത്തിക്കുന്നത്. അതെങ്ങനെ പ്രവർത്തിക്കണം? പക്വതയോടുകൂടെ പ്രവർത്തിക്കണം. ഇനി നിങ്ങൾ അറിയുന്ന കാര്യം, കൊരിന്ത്യ സഭ ഒരു കുടുംബമായിരുന്നെങ്കിലും ആ കുടുംബാംഗങ്ങൾക്ക് എന്തില്ലായിരുന്നു? പക്വതയില്ലായിരുന്നു. പക്വതയില്ലാത്തതാണ് ഇതിന്റെ ആരംഭത്തിൽ പറയുന്നത്. ഒന്നാം വാക്യം നോക്കി, എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് എന്ന പോലെയല്ല, ജഡീകന്മാരോട് എന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രയും സംസാരിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇത് മുഴുവൻ ആരാണ്? ജഡീകന്മാരാണ്. ഇവര് മുഴുവൻ ജഡീകന്മാരോ? ഒരെണ്ണത്തിൽ എന്തില്ല? പക്വത ഇല്ല. നിങ്ങൾ ഇതിന്റെ 6-ാം വാക്യം നോക്കിയേ, 1-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. അവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ പറയുന്നു 7-ാം വാക്യം, ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി. അപ്പൊ ഇവർക്ക് കൃപാവരത്തിൽ എന്തില്ല? പറഞ്ഞില്ല, ഇവർക്ക് എല്ലാ കൃപാവരങ്ങളും ഉണ്ട്. പക്ഷെ ഇവന്മാരെല്ലാം ജഡീകന്മാരോ? പക്വതയില്ല. നമ്മൾ പലപ്പോഴും കണ്ടുവെച്ചിരിക്കുന്ന കാര്യം പറയാൻ പോവാ. ഒരു നന്നായി പ്രസംഗിക്കുകയാണെങ്കിൽ നമ്മളെല്ലാം പറയാം, അവനൊരു ഞാനൊരു ആത്മീയനാണ്, ഞങ്ങളുടെ സഭയിലെ ഒരു ആത്മീയനാണ്, എല്ലാത്തിനും നല്ല വേഷമായിട്ട് നിൽക്കുകയാണ് പറയുക. അതൊക്കെയാണ് ആത്മീയത. ആത്മീയര് വർക്ക് ചെയ്യും, ആത്മീയർക്ക് ആക്ടിവിറ്റീസ് ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ആക്ടിവിറ്റീസ് ഉള്ളവരെല്ലാവരും ആരല്ല? ആത്മീയരല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യം. ആക്ടിവിറ്റീസ് ഉള്ളവരെല്ലാം ആത്മീയരല്ലെന്ന് ചില അമ്മമാർക്കും ഒരു ചിന്തയാക്കി പറയും. ഈ ഞായറാഴ്ച ഞങ്ങളുടെ മോനാ വചനം കൊടുത്തത്, നല്ല കാര്യമാണ്, അവൻ ആത്മീയനാണ്. ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ പ്രായമുള്ളവരോടായിട്ട് പറയുക, നിങ്ങളെല്ലാം ആ കാര്യം ചെയ്യും എന്ന് കരുതിയിട്ട് പറയുക. നമ്മള് ഈ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം. പിന്നെ നമ്മുടെ സഭയിലുള്ളവരൊക്കെ കഴിവ് ഉള്ളവരായിട്ട് മാറണം. പക്ഷെ നമ്മുടെ കർത്താവിന്റെ പഠിപ്പിക്കലുകൾ നിങ്ങൾ നോക്കിക്കേ. കർത്താവിന്റെ പഠിപ്പിക്കൽ സുവിശേഷങ്ങളാണ്. കർത്താവ് ഒരിടത്തു പോലും നിങ്ങൾ കഴിവുള്ളവരാകണമെന്ന് പറഞ്ഞിട്ടില്ലെന്നേ. കഴിവ് വേണമെന്നല്ല ഞാൻ പറഞ്ഞത്, കഴിവുള്ളവരാകണമെന്ന് പറഞ്ഞിട്ടില്ല. യേശുവിന്റെ അന്ത്യനിയോഗം ശിഷ്യന്മാർക്ക് കൊടുത്തപ്പോൾ നിങ്ങൾ പുറപ്പെട്ട സകല ജാതികളെയും കഴിവുള്ളവരാകണമെന്നല്ല പറഞ്ഞത്, പിന്നെ ശിഷ്യരാകണം. എന്നെ ഈ കഴിവുകൾ സ്പർശിച്ച് ഒരു വാക്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, ശിഷ്യന്മാരുടെ എണ്ണം
വായിച്ചിട്ടില്ല. പെരുകിയെന്ന് വായിക്കുന്നു, വർദ്ധിച്ചെന്ന് വായിക്കുന്നു. അടിവരയിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. ശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിച്ചു, ശിഷ്യന്മാരുടെ എണ്ണം പെരുകി. ഇന്നത്തെ അവസ്ഥയിൽ എന്താ പറയേണ്ടത്? പ്രസംഗങ്ങളുടെ എണ്ണം പ്രസംഗങ്ങളുടെ ഈ കോവിഡ് വന്നതോടുകൂടെ ഈ പ്രസംഗത്തിൽ പെരുകാൻ ഞാൻ അതങ്ങനെ പറഞ്ഞങ്ങ് പോവുക. പ്രസംഗങ്ങളുടെ എണ്ണം അങ്ങ് പെരുകി, പാട്ടുകാരുടെ എണ്ണം അങ്ങ് പെരുകി. അങ്ങനെയല്ല അവിടെ വായിക്കുന്നത്. ശിഷ്യന്മാരുടെ എണ്ണം പെരുകിയല്ല. വളരെ പ്രാർത്ഥിക്കണം ദൈവസഭ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സഭയിൽ പ്രസംഗങ്ങളുടെ എണ്ണം പെരുകുക എന്നുള്ളതല്ല, ബൈബിൾ ടീച്ചേഴ്സിന്റെ എണ്ണം പെരുകുക എന്നുള്ളതല്ല, ഗാനമേളക്കാരുടെ എണ്ണം പെരുകുക എന്നുള്ളതല്ല. എന്റെ കർത്താവേ, ഞങ്ങളുടെ സ്ഥലം സഭയിലെ സ്ത്രീകളും പുരുഷന്മാരുമെല്ലാം ശിഷ്യന്മാരായിട്ട് മാറണം. ശിഷ്യന്മാരുടെ എണ്ണം നമ്മളിൽ പെരുകണം. കർത്താവ് സഹായിക്കട്ടെ പ്രിയപ്പെട്ടവനെ. അതുകൊണ്ട് ഇവരെ കുറിച്ച് പറയുന്നു, കൃപാവരങ്ങളിൽ ഒരു കുറവുമില്ലെങ്കിലും പൗലോസ് അവരെ വിളിച്ചതെന്ന ജഡീകന്മാരെന്ന്. ഞാൻ ഇങ്ങനെ പറഞ്ഞ ഭാഗം വിടാം. ഞാൻ പ്രസംഗിക്കുമ്പോൾ ജഡീകനായിട്ട് എനിക്ക് പ്രസംഗിക്കാം, ക്ലാസ് എടുക്കുമ്പോൾ ജഡീകനായിട്ട് എനിക്ക് ക്ലാസ് എടുക്കാം, പാട്ട് പാടുമ്പോൾ ജഡീകനായിട്ട് എനിക്ക് പാട്ട് പാടാം, കർത്താവിന്റെ മേശയിൽ സംബന്ധിക്കുമ്പോൾ ജഡീകനായിട്ട് ഇരുന്നു കൊണ്ട് എനിക്ക് കർത്താവിന്റെ മേശയിൽ സംബന്ധിക്കാം. പറയുന്നത് മനസ്സിലായിട്ട് ഒക്കെ ജഡീകന്മാർക്കും ചെയ്യാവുന്ന കാര്യങ്ങളായിട്ട് മാറി. ഇതൊക്കെ ശുശ്രൂഷയ്ക്ക് ഒരു ഗൗരവമില്ലാതെ വരുന്നു, ശുശ്രൂഷയ്ക്ക് ഒരു ഭയമില്ലാതെ വരുന്നു. അയ്യോ, ഒത്തിരി പറയാൻ എന്റെ മനസ്സിലിരിക്കുന്നത് മുന്നോട്ട് വരികയാണ്. ഉസിയാവിനെ ഉപദേശിച്ച് ഒരു പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താ അയാളുടെ പേര്? എന്താ? അയ്യോ, നിങ്ങളോട് ഇവിടെ വലിയ വലിയ ആളുകൾ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, എന്തെങ്കിലും ചോദിക്കാൻ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിക്കാനുണ്ട്. അവിടെ വായിക്കുന്നത് ദൈവഭയത്തിൽ, ആ വാക്ക് അടിവരയിടുന്നതാണ്. ഉസിയാവിനെ ഉപദേശിച്ച പ്രവാചകനെ കുറിച്ച് പറയുന്നത് സെഖര്യാവ്. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ച സെഖര്യാവിന്റെ കാലത്തൊക്കെയും അവൻ ദൈവത്തെ അന്വേഷിച്ചത്. ദൈവത്തിന്റെ വചനം സഭയിൽ ശുശ്രൂഷിക്കുന്നവരോട് ഞാൻ പറയുക, കേവലം നിങ്ങളെ അറിവുകളപ്പെടുത്തുകയല്ല, നിങ്ങളെ ബുദ്ധിക്കസരത്ത് നടത്തുകയല്ല, നിങ്ങൾ ഈ ജനത്തെ പ്രബോധിപ്പിക്കുമ്പോൾ, ഉപദേശിക്കുമ്പോൾ ദൈവഭയത്തോടുകൂടെ ഉപദേശിക്കണം. ഉപദേശിച്ചെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് വാത്സല്യ സഹോദരങ്ങളെ, കൃപാവരങ്ങൾ എത്ര ഉണ്ടെങ്കിലും ജഡീകന്മാരാണെന്നുള്ളത് ഇവിടെ പറയുന്നു. ഈ ജഡീകന്മാർ അഥവാ ശിശുക്കളായതുകൊണ്ട് ഇവർക്ക് എന്തു മതി? പാല് മതി. അവിടെ എഴുതിയിട്ടുണ്ട് ഭക്ഷണം വേണം, മീറ്റാണ് ഇംഗ്ലീഷ്. ഭക്ഷണം വേണം. എന്ത് മതി? എന്തുവാ ഈ ഭക്ഷണം എങ്ങനെയാ കുടിക്കുന്നത്? എവിടെയെങ്കിലും വെച്ച് പറയുന്നുണ്ട്, കാലം നോക്കിയാൽ ഇപ്പോൾ ആരാകാനുള്ള പ്രായമായിട്ടുണ്ട്, ഉപദേഷ്ടാക്കന്മാരാകാനുള്ള സമയമായി. പക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് എന്ത് മതി? എവിടെ വച്ചില്ല, നിങ്ങൾക്ക് ഇപ്പോഴും എന്ത് മതി? പാല് മതി. കട്ടിയുള്ള ആഹാരം നിങ്ങൾക്ക് പറ്റുന്നില്ല. അല്ലെങ്കിൽ മനസ്സിലായി, രക്ഷിക്കപ്പെട്ടിട്ട് എത്ര കാലമായി? 15. നമ്മളെത്ര കാലമായി? 10. നമ്മളെത്രയായി? 20. നമ്മളെത്രയായി? 25. നമ്മളെത്രയായി? 50. അല്ല, ഒന്നോ ഇപ്പോഴും ജഡീകനായിട്ടാണോ ജീവിക്കുന്നത്? ഇപ്പോഴും ശിശുവായിട്ടാണോ ജീവിക്കുന്നത്? ഇപ്പോഴും പാലായിട്ടാണോ ജീവിക്കുന്നത്? അതോ വചനത്തിന്റെ പരിജ്ഞാനത്തിൽ ഇതുവരെ വന്നിട്ടില്ലേ? നിങ്ങൾ വചനത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വരാൻ കഴിയാത്തതിന്റെ കാരണം ഒന്നുകൂടെ ഞാൻ പറയാം, അത് സഭയിലെ കുഴപ്പമാണ്. സഭയിൽ പ്രസംഗവും പ്രബോധനവും നടത്തുന്നുണ്ട്, ശരിയായിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പഠിപ്പിക്കുന്നില്ല. LAസിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്താണ് നിങ്ങൾക്കറിയാം? ഉപദേശിപ്പാൻ സമർത്ഥനായി. ഉപദേശിപ്പാൻ സമർത്ഥനായത് അതാണ് എൽഡർ. എൽഡർ മീൻസ് ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. അവൻ പ്രസംഗിക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞിട്ടില്ല. ചില പറയാറുണ്ട്, ഞങ്ങളുടെ ഒരു മൂപ്പരുണ്ട്, 4 അക്ഷരം കുട്ടി പറയാൻ. അതല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ചുറ്റുമുടി സോനെ പ്രസംഗിക്കുന്നവരെ പ്രസംഗിച്ച് എല്ലാവരും പറ്റുകയല്ല. അങ്ങനെ പ്രസംഗിക്കുന്നവരല്ല, അവരുടെ ഉപദേശം നിശ്ചയമുള്ളവരായിരിക്കണം. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, മൂപ്പന്മാർക്ക് കൊടുക്കുന്ന
മൂപ്പൻ തല്ലുകാരനാകരുത്, വിശ്വാസി തല്ലിക്കൊണ്ട് മൂപ്പൻ മദ്യപാനിയാകരുത്, വിശ്വാസികളെല്ലാം എന്ത് ചെയ്യണം? മദ്യപിക്കണമെന്നാണോ? മൂപ്പൻ ദ്രവ്യാഗ്രഹിയാകരുത്, വിശ്വാസികൾക്ക് ലോട്ടറി വരെ എടുക്കാം. ദ്രവ്യാഗ്രഹിയാകാമോ? പറ്റുകയില്ല. മൂപ്പനേക ഭാര്യയുടെ ഭർത്താവായിരിക്കണം, വിശ്വാസിക്ക് ഒന്നും കണ്ടുപോകുക ആകാമോ? പറ്റുകയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഈ മൂപ്പന്മാരുടെ യോഗ്യത പറയുന്നിടത്ത് ഒരെണ്ണം എല്ലാവർക്കും ഇല്ലെങ്കിലും നിശ്ചയമായും മൂപ്പന് വേണം. അത് ഉപദേശത്തിൽ നിശ്ചയമുള്ളവനായിരിക്കണം. അതുകൊണ്ട് ഇന്ന് ഞാൻ ഒരു കാര്യം ഓർമ്മിക്കാം. എന്തുകൊണ്ട് വിശ്വാസി ദൈവവചനത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വരുന്നില്ല? എന്തുകൊണ്ട് കട്ടിയുടെ ആഹാരം കഴിക്കാൻ അവർ പ്രാപ്തിയാകുന്നില്ല? സഭയിൽ വിളമ്പിക്കൊടുക്കുന്നവര് എന്ന് പഴങ്ങിയാണ്. നടത്തം ആര് നടന്നു, എവിടെ നടന്നു, എങ്ങനെ നടന്നു, നടന്നു കഴിഞ്ഞിരുന്നോ? അതിവിടെ ഇരിക്കുന്ന കുഞ്ഞിനെ കൊണ്ട് പറയിപ്പിക്കുക. കൈയടിച്ച പിള്ളേരൊക്കെ എഴുതി കൊടുത്ത് അവര് പറയുന്നത് നടക്കും, എത്ര നടക്കുന്നുണ്ട് ബൈബിളിലൊക്കെ പറയും. അതൊന്നുമല്ല വചനത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വിശ്വാസിയെ കൊണ്ടുവരുന്നത്. ഉപദേശം നിശ്ചയമുള്ളവരായി വചനത്തിന്റെ ആഴങ്ങളുടെ മർമ്മം വിശ്വാസിക്ക് പറഞ്ഞു കൊടുത്ത് അവരെ ആത്മീയ മല്ലന്മാരാക്കി തീർത്തെങ്കിൽ മാത്രമേ ദൈവസഭയുടെ അംഗങ്ങൾക്ക് പക്വത വരികയുള്ളൂ. ഈ പാല് മാത്രം കുടിച്ചോണ്ടിരിക്കുന്നത് ഈ പടത്തുണ്ടാക്കുന്നത് ഇല്ലേ? ഈ ശിശിക്കാരാണ് എപ്പോഴും പടത്തുണ്ടാക്കുന്നത്. ഈ ശിശിക്കാരായി അസൂയുള്ള അമ്മയുടെ പടിയിൽ ഒരു ചെറുക്കൻ കഴിയുന്ന അടുപ്പം വരുമ്പോൾ അവരെ തള്ളി ഇത് കസേര തള്ളിമായിട്ടായി കൂടിയിരിക്കും. മനസ്സിലായി? കസേര ഇരിക്കുന്നവരെ എങ്ങനെ ഇരുന്നാലേ മറിച്ച് മറ്റൊരു ശിശുക്കളുടെ സ്വഭാവമാണ് പറയുന്നുണ്ട്. നിങ്ങൾ നോക്കിയേ, 4 വാക്യം, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട്? ഈർഷ്യ, അസൂയ, പിണക്കം, ഇതെല്ലാം ഉണ്ട്. എന്നിട്ട് പറയുക, നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ നടക്കുക. അയ്യോ, എത്ര ദുഃഖകരമായ അവസ്ഥയാണ്. വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ ഗ്രീക്കും ഹീബ്രുവും ഒന്നും എനിക്ക് അറിയാൻ വയ്യ. വിവരമുള്ള ആളുകൾ പറഞ്ഞ് ഗ്രീക്കുമാണ്. വിശുദ്ധന്മാര്, വിശുദ്ധരെ, വിശുദ്ധീകരണം ഇതിനൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ഹാഗിയോസ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തരെന്നർത്ഥം. വിചിത്രരല്ല. മനസ്സിലായി? നമ്മളൊക്കെ വിചിത്രരല്ല, പിന്നെ വ്യത്യസ്തര, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തര. എന്നാൽ കൊരിന്ത്യരോട് പറയുന്നത് എന്താണ്? നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെ. അത് പക്വതയില്ലാത്തതില്ല. ഞാനങ്ങനെ പറഞ്ഞു കൊടുക്കുന്നില്ല. അതുകൊണ്ട് വാത്സല്യ സഹോദരങ്ങളെ, നമ്മുടെ ഇടയിലെ ഈർഷ്യയും പിണക്കും ഒക്കെ തീരണമെന്ന് വരികയും നമ്മളൊക്കെ പക്വതയുള്ളവരെ ഒരു ചോദിക്കുന്നുണ്ട്. തമ്മിൽ കൈ കൊടുക്കാതിരിക്കുന്നവരുടെ ഇയാളെ പ്രസംഗത്തിന് പറഞ്ഞ അയാളെ പറഞ്ഞ അതിനൊന്നും ഈ കൈയുടെ ഇവിടെ കൈ കൊടുക്കാതിരിക്കുന്നത്, ഇവിടെ സംസാരിക്കാതിരിക്കുന്നവരോടുകൂടി ഞാൻ ചോദിക്കുന്നില്ല, ഉള്ളിൽ നിന്ന് സംസാരിക്കാത്തവരോട്. ചില ഭവനങ്ങൾ പ്രത്യേകിച്ച് കേറാതിരിക്കുന്ന ആളുകൾ സ്ഥാപിച്ചു പോകാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അതെല്ലാം മാറാം. ദൈവവചനത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് നിങ്ങൾ വരണം. അങ്ങനെ വന്നിട്ട് ഈർഷ്യയും പിണക്കും ഒക്കെ പക്വതയിലേക്ക് വരാനായിട്ട് കഴിയും. പക്വത ഉണ്ടല്ലോ, അത് അനുഗ്രഹിക്കപ്പെട്ട സമയം. പ്രശ്നങ്ങളൊക്കെ ആവുന്ന അഭിപ്രായ വ്യത്യാസപ്പെട്ടാലും അത് സഭയെ അറിയിക്കാതെ, സഭയെ അറിയാതെയും സഭയെ അറിയിക്കാതെയും വളരെ വേഗത്തിൽ അതിന് പരിഹാരമുണ്ടാകും. വളരെ വേഗത്തിൽ അതിന് പരിഹാരമുണ്ടാകും. ദൈവം സഹായിക്കട്ടെ. അതുകൊണ്ട് ജഡീകന്മാരാകുന്നത് പക്വതയില്ലാത്തവരുടെ ലക്ഷണമാണ്. ആത്മീയരാകുന്നത്, ആത്മാവ് നമ്മെ സകല സത്യത്തിലും വഴി നടത്താനായിട്ടാണ് കർത്താവ് സഹായിക്കുന്നത്. രണ്ടാമത്, സഭ ദൈവത്തിന്റെ കൃഷിയാണ്. 9-ാം വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ, നിങ്ങൾ ദൈവത്തിന്റെ കൃഷി എന്ന് പറയും. ദൈവത്തിന്റെ കൃഷി. അപ്പൊ സഭ ദൈവത്തിന്റെ കൃഷിയാണ്.
സഭ ദൈവത്തിന്റെ കൃഷിയാണെങ്കിൽ സഭ ഫലമുള്ളതായിരിക്കും. നമ്മള് ഒരിടത്ത് ഫലമില്ലെന്ന് കണ്ട് വേറൊരിടത്തോട് പോയാലും ആ വ്യക്തികളാണ് ഫലം കാണിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, എന്നിൽ വസിച്ച ഫലം കാണിക്കണം. എന്നിൽ വസിച്ച, അത് യേശുവുമായിട്ടുള്ളൊരു ഫെലോഷിപ്പ്. യേശുവുമായിട്ടുള്ളൊരു ഫെലോഷിപ്പ്. അങ്ങനെ വസിച്ചു ഫലം കാണിക്കുക. യേശുവുമായി നിരന്തരമായ ഒരു ഫെലോഷിപ്പ്. ആ ഫെലോഷിപ്പിലൂടെ സഭ മുന്നോട്ട് പോകുമ്പോഴാണ്. അതാണ് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നത്. കൊലോസ്യ 2 അവിടെ എന്താ പറയുന്നത് അറിയാമോ? ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവരുടെ കൂട്ടായ്മയിൽ നടത്തിയതാണ്. ആരോടാ പറയുന്നത്? കൊലോസ്യയിലെ സഭയോടാണ് പറയുന്നത്. അപ്പോൾ സഭ ഫലം കായ്ക്കണമെങ്കിൽ, കൃഷിഭൂമിയായി ഫലം കായ്ക്കണമെങ്കിൽ യേശുവിനോടുള്ള കൂട്ടായ്മയിൽ നടക്കണം. ചില സഭയിൽ യേശുവില്ല. യേശു യേശു ലൗദികയിൽ യേശു, ലൗദികയിൽ യേശു ഇല്ല. ഉണ്ടായിരുന്നെങ്കിലും മുട്ടേണ്ട ആവശ്യമില്ലല്ലോ. അകത്ത് നിൽക്കുന്ന ആൾ മുട്ടേണ്ട കാര്യമില്ല. പുറത്ത് നിൽക്കാൻ കൂടി അതൊക്കെ ഭയങ്കര പാടാതെ യേശുവിനെ ശാശ്വതവാസിയും പരിശുദ്ധനും എന്ന നാമമാണ്. ഈ ശാശ്വതവാസി ഉന്നതനും ഉയർന്നവരും വെളിയില്ല. യേശുവില്ല, കൂട്ടായ്മയില്ല. സഭയ്ക്ക് യേശുവുമായിട്ടുള്ള കൂട്ടായ്മയില്ല. എന്റെ പൊന്നു സഹോദരന്മാരെ, ഞാൻ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ സഭയിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചില സഭയിൽ ഒരു കിടപ്പ് പോലെ, ചില സഭയിൽ കിടപ്പ് പോലെ. ഇപ്പൊ എല്ലാ സഭയിൽ ചെന്നാലും വായിക്കാത്ത ആളുകളെല്ലാം സമ്മാനത്തിന് വേണ്ടി എന്ത് ചെയ്യാണ്? ഞാൻ അതിനൊക്കെ എന്റെ മുന്നിൽ സാറേ എഴുതിയില്ല. കാര്യം വേദപുസ്തകം മത്സരിക്കാനുള്ളതല്ല, വേദപുസ്തകം മത്സരിച്ച് സമ്മാനം നേടാനുള്ളതല്ല. മനസ്സിലായില്ലേ? നീ പോകുന്നിടത്തൊക്കെ ശുഭമായിരിക്കേണ്ടത് നിന്റെ ഹൃദയത്തിൽ ഇതെന്തുണ്ടായിരിക്കണം? ഉണ്ടായിരിക്കണം, ധ്യാനിച്ചു കൊണ്ടിരിക്കണം. നിന്റെ വചനം എന്റെ ഹൃദയ, നിന്റെ ശുഭവചനം എന്റെ എന്തോ എന്റെ ഒരു വാക്യമുണ്ടല്ലോ, എന്റെ ഹൃദയം ശുഭവചനം കവിയുന്നു. മത്സരത്തിലുള്ള കാലത്ത് എന്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് ദൈവമേ നിന്റെ ന്യായപ്രമാണം എന്നെ ഉള്ളിലിരിക്കുന്നു. സമാനം വേണ്ടിയല്ല, പാപം ചെയ്യാതിരിക്കാനാണ്. 1-ാം സമ്മാനം, 2-ാം സമ്മാനം, 3-ാം സമ്മാനം കൊടുക്കുന്നെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് പ്രോത്സാഹനമായിട്ട് എല്ലാം ഒന്നിച്ചു ഒരുപാട്. ഇനി ചട്ടി കൊടുക്കുന്ന ചട്ടി കൊടുക്കുക, അല്ല അതിനകത്ത് കാറുള്ള ചട്ടിയും കാറില്ലാത്ത ചട്ടിയുമായി കൊടുക്കുക, മൊത്തത്തിൽ കൊടുക്കുക. മനസ്സിലായില്ലേ? ഗ്ലാസ് ആണെങ്കിൽ ഗ്ലാസ് മൊത്തത്തിൽ കൊടുക്കണം. 1-ാം സമ്മാനവും പറഞ്ഞ് കൊടുക്കരുത്. തെറ്റാണെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇയാളൊരു മൂരാച്ചിയാണെന്ന് നിങ്ങൾ പറയും. മരിക്കുന്നത് വരെ മൂരാച്ചി ആയിക്കോട്ടെ. ഇതൊന്നും വേദപുസ്തക പ്രമാണമാണെന്ന് എനിക്ക് ബോധ്യമില്ല. ഓട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ദൈവത്തിന്റെ വചനവുമായിട്ട് നമുക്കുള്ള ബന്ധം, അതാണ് ക്രിസ്തുവുമായിട്ടുള്ള ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. ദൈവവചനത്തെ പ്രേമിക്കുന്നവരാണ് യേശുവിനെ പ്രേമിക്കുന്നത്. ദൈവവചന ഹൃദയത്തിൽ കരുതിക്കൊള്ളുന്നവരാണ് യേശുവിനെ ഹൃദയത്തിൽ കർത്താവായിട്ട് വാഴിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവവചനവുമായിട്ട് എന്നാ ബന്ധമുണ്ട്? ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. കഴിച്ച ഉഴുന്നോടെ തിരിച്ചു പോകരുത്. ഈ രാവിലെ ഞായറാഴ്ച ഇങ്ങോട്ട് ഓടുന്നതിന് മുമ്പ് വേദപുസ്തകം വായിച്ചു പറഞ്ഞ് എത്ര നൽകിയിട്ടുണ്ട്? ഞായറാഴ്ച ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് വാട്സാപ്പ് നോക്കാതെ പറഞ്ഞ് എത്ര നൽകിയിട്ടുണ്ട്? ഇയാൾക്ക് അവസരം കൊടുത്തത് മെനക്കേടായി പോയിട്ട് നിങ്ങൾ പറയും. സകലത്ത് വാട്സാപ്പ് നോക്കാൻ പറഞ്ഞില്ലല്ലോ, പറഞ്ഞോ?
വാട്സാപ്പ് നോക്കാൻ മറന്നില്ലല്ലോ, മെസ്സേജ് നോക്കാൻ മറന്നില്ലല്ലോ. വേദപുസ്തകത്തിന്റെ 10 വാക്യങ്ങളെങ്കിലും വായിച്ച് മാനസികമായി ഒരുങ്ങി വരാതെ ഇവിടെ എത്ര കത്തുമേശയ്ക്ക് ധ്യാനിച്ചാലും സ്വർഗ്ഗവനെ പ്രസാദിക്കുകയില്ല. ദൈവത്തിന്റെ വചനം ദൈവം നമ്മോട് അരുളി ചെയ്യുന്നത്, ആ വചനവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ് യേശുവുമായിട്ടുള്ള നമ്മുടെ ബന്ധം. ആ യേശുവുമായിട്ടുള്ള ഫെലോഷിപ്പിൽ മാത്രമേ സഭയെന്ന കൃഷിക്ക് ഫലം കായ്ക്കാൻ കഴിയുള്ളൂ. രസകരമായ ഒരു കാര്യം, 1987-ലാണോ 8-ലാണോ ഞാൻ കേരളം വിട്ട ഒരു സ്റ്റേറ്റ് മീറ്റിംഗിന് ഞങ്ങൾക്ക് സംഭവിച്ചത് പറയാൻ പറ്റില്ല. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ യഹൂദിയ സഭയോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ വിവരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, വാതിൽക്കൽ നിന്ന് യേശു മുട്ടണമെങ്കിൽ അകത്താണോ പുറത്താണോ? നിങ്ങൾ എന്താ മറുപടി പറയുന്നത്? ഒരാൾ പുറത്ത് മുട്ടണമെങ്കിൽ എവിടെ നിൽക്കണം? അതോ നിങ്ങളുടെ വീട്ടിൽ അകത്ത് ജോലിക്ക് ശേഷമാണോ? അപ്പൊ ആളുകളെല്ലാവരും പറഞ്ഞു വളരെ പുറത്താണ് യേശു. അത് പറഞ്ഞ രീതിയിൽ എഴുതേണ്ടിട്ട് പറയാം, അല്ല വളരെ അകത്തൂടാണ്. അതൊരു പുതിയ ചിന്തയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, വളരെ പുറത്തു പോകുന്നത് അകത്തേക്ക് വരാൻ, അകത്ത് ഞാൻ എത്തുന്നത് പല വിധേയം പുറത്തു പോകാൻ. പുള്ളിയോട് പറഞ്ഞതാ പല വിധേയം പുറത്തു പോകാൻ. കാര്യം ഇവിടുത്തെ ഇടപാടുകൊണ്ട് പുള്ളിയെ സഹിച്ചതേ സഹിക്കൂ. ഒന്നൊന്നിനോട് ബന്ധമില്ല, സ്ഥാനബഹുമാനത്തിന് എല്ലാത്തിനും അത് വടംവലിയാണ്. ആള് കൂടുന്നുണ്ട്, ഉണ്ടേ 4 ലക്ഷം പാട്ടുകൾ പാടുന്നുണ്ട്, പ്രസംഗം നടത്തുന്നുണ്ട്, വചനധ്യാനം നടത്തുന്നുണ്ട്, അപ്പം തിന്നുന്നുണ്ട്, പാനപാത്രം കുടിക്കുന്നുണ്ട്, എല്ലാം ഒറ്റയായി നടത്തുന്നുണ്ട്. അങ്ങേറ്റോട് നിൽക്കാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായില്ലേ? അങ്ങേക്ക് ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് കൃഷിക്ക് ഫലമില്ലാതെ വരുന്നു, വരണ്ടു പോകുന്നു, ഒരുമിച്ചു പോകുന്നു, ചത്തതിനൊന്നുമേ ജീവിച്ചിരിക്കുന്നു. ഫലമില്ല. ഫലം അന്വേഷിക്കുമ്പോൾ ഫലമില്ല. സഭയൊരു കൃഷിഭൂമിയാണെങ്കിൽ അവിടെ ഫലമുണ്ടാകണം. ആ ഫലം എന്ന് പറയുന്നത് യേശുവുമായിട്ടുള്ള ഐക്യതയിൽ ഉണ്ടാകുന്ന ഫലമാണ്. സ്തോത്രം. അതല്ലേ നമ്മൾ പാടുന്നത്, ജീവനറിയായ നിന്നിൽ ഞാൻ നിലനിൽപ്പാൻ നിന്റെ ജീവരസം എന്നിൽ എന്നും തന്ന ആ പാട്ടതയാണ്. നമ്മളിപ്പോ കുറെ സോഡാപ്പാട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്. സോഡാപ്പാട്ടത്തെ വട്ടമുള്ള സോഡ പിള്ളേർക്ക് അറിയാൻ വയ്യ, ഗൂഗിളിൽ തപ്പിയാലും കിട്ടുന്നില്ല. പണ്ട് വട്ടമുള്ള സോഡയാണ്, പൊട്ടിച്ച് പൊട്ടിച്ചു വരിക. പിന്നെ ആ വട്ട എടുത്താന്ന് പോയാൽ പിന്നെ ഗ്യാസ് പോയി, പിന്നെ എന്ന് പറഞ്ഞാൽ ചില പാട്ടാണ്. നമ്മളിപ്പോ അതൊക്കെ ഏറ്റുപാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ഗുണമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലോചന പ്രകാരം എഴുതി വെച്ചിട്ടുള്ള പാട്ടുകൾ, അങ്ങനെയുള്ള പാട്ടുകൾ പാടുമ്പോൾ ആരുടെ കണ്ണാണ് തകരാതിരിക്കുന്നത്? ആരുടെ ഹൃദയം ആ കുരിശിന് ചുവട്ടിൽ തകരാതിരിക്കുന്നത്? ദൈവം നമ്മെ സഹായിക്കട്ടെ പ്രിയപ്പെട്ടവരെ. കേവലം അതുകൊണ്ട് പുറമേയുള്ള ചില പ്രകടനങ്ങളല്ല നമുക്ക് വേണ്ടത്. പുറമേയുള്ളതല്ല. യേശുവുമായിട്ടുള്ള നമ്മുടെ ഫെലോഷിപ്പ്, സഭയ്ക്കുള്ള ഫെലോഷിപ്പ്. അകത്തു വരുന്നവൻ ദൈവം ഇവിടെയുണ്ടെന്ന് പറഞ്ഞ് ദൈവത്തിന്റെ മുൻപാകെ കവർന്നു വീഴുന്ന ഒരവസ്ഥ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ നമ്മുടെ സഭകളിൽ ഉണ്ടാകണം. വേണം. സഭ വരുന്നത് എന്തിനാണെന്നറിയാം. ഞാൻ ഇവിടെ നോക്കി വരാട്ടം ഓർമ്മയില്ല, വളരെ നോക്കി. ചിലയിടത്ത് വരുന്നത് തന്നെ ഇതിന് ഉറങ്ങാൻ കാര്യം കൂടാൻ ഉറക്കത്തില്ല. ഒരുത്തരം അങ്ങേ മുറിയിലോട്ട് മൊബൈല് ഓണാക്കി ഇപ്പഴേ ഇത് പല ഭാഷകളിലുള്ള പാട്ടും ഇത് കൂടെ കാരണം ഉറങ്ങാൻ പറ്റില്ല. അപ്പോഴോ ഞായറാഴ്ചയിൽ ഇരിക്കുന്നുണ്ട് തന്നെ എന്റെ കുരുത്തലേഖനം ഒന്നും വരുന്ന 11 പറഞ്ഞുകൊണ്ട് ഏതുമായി പലരും നിദ്ര കൊടുക്കുന്നു. ഞാൻ ഓർക്കുന്നുണ്ട് ഈ ചെറുപ്രായത്തിലുള്ള സാറെ എനിക്കൊരു 30 വയസ്സൊക്കെ ഉള്ളപ്പോൾ പള്ളിയിൽ ചെറുതായിട്ടൊക്കെ പ്രസംഗിക്കാം. അപ്പൊ നമ്മുടെയൊക്കെ പഴയ റോഡുകളിൽ ചെന്നാണ് ഞങ്ങളുടെ കോട്ടയം
റൂമിലെ AC മൊത്തം AC എല്ലാവരെയും തണുപ്പിക്കുക. മൊത്തം ഓടുകളെല്ലാം തണുപ്പ് ശീതീകരിച്ചുകൊണ്ടിരിക്കുക. പണ്ടേ തോന്നല പിന്നെ ഗർഭിണിയിൽ വളർന്നതുകൊണ്ട് പണ്ടേ ഉറക്കമാണ്. ഇനിയിപ്പോ ഉറങ്ങുന്നതിന്റെ കാര്യത്തിൽ ഒരു മഞ്ഞോ ഇല്ല. കാര്യം നല്ല തണുപ്പല്ലേ, നമ്മളീ കൂടെ കൊണ്ടുവന്നാൽ പണ്ടത്തെ ഓടിലൊക്കെ പോകുമ്പോഴറിയാവുന്നേ ഓടാ ചിലടത്ത് ഓല. സാറിനൊക്കെ അറിയാം, പഴയ ആളുകൾക്ക് അറിയാം. ഓടാ ചിലടത്ത് ഓലയാതെ എനിക്ക് ഇരിക്കാൻ പറ്റുമല്ലോ. രണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ എന്നാ സൗകര്യമാണ് അറിയില്ല. ഇരിക്കുന്ന അന്ന് കുഞ്ഞുങ്ങൾക്കൊന്നും കസേര കൊണ്ട് വെച്ചുപോലില്ല. അതൊക്കെ വായിട്ടിങ്ങനെ കൊടുക്കും, വായിട്ട് കൊടുക്കും. വായായിരിക്കുന്ന ചമ്മപ്പടഞ്ഞിരിക്കുന്നു. എന്നിട്ട് ബെഞ്ചേ ബാക്കി കൊണ്ടിരിക്കും. ബെഞ്ചിനൊരു കുഴപ്പമുണ്ട്, ചാരില്ല. അതുകൊണ്ട് ഒരെണ്ണം ഉറക്കം വന്നാൽ കണ്ണ് പിടിച്ചു പിടിക്കും. കാരണം ഉറക്കം വന്ന് വീട് പോയാൽ ഒന്നി മുഖം പിടിച്ചു ഇല്ല, പുറകോട്ട് തലയെ പിടിച്ച് വീട് ഇത് പേടിച്ച് ഉറങ്ങത്തില്ല. നിങ്ങൾക്ക് സുഖമാണ്, വലിയ സുഖമല്ലേ? നാല് സൗകര്യമാണെന്നറിയാമോ? ഈ സൗകര്യം വർദ്ധിച്ചപ്പോൾ ചന്ദ്ര നിറഞ്ഞ് ഞാൻ പറയുക, ദൈവസഭയ്ക്ക് പണം വർദ്ധിച്ചു, സൗകര്യം വർദ്ധിച്ചു. പണ്ടൊക്കെ അപ്പൊ എല്ലാവരും നടത്തല്ലേ പറഞ്ഞു, ചെരുപ്പുണ്ട്, ചെരുപ്പില്ല, ചെരുപ്പൊന്നുമില്ലെന്നേ. അപ്പച്ചമാരെ കമ്പിയൊക്കെ നടന്നു കണ്ടിട്ടില്ല. എന്തൊരു സന്തോഷത്തിൽ അവർ പോകൊണ്ടിരുന്നത് ഞാൻ ഓർക്കുന്നു. ചെരുപ്പില്ല. ഇനി ഉള്ളവരല്ല പഠിച്ചെടുക്കണം. ഏതൊക്കെയാണ് അങ്ങനെ വന്നു. അവിടെ വന്നിരിക്കും, ആരാധന ആരംഭിക്കും. സ്വർഗം ഇറങ്ങി വരും, അവിടെ സ്വർഗം ഇറങ്ങി വരും, ദൈവം ഇറങ്ങി വരും. എന്തൊരു ദൈവ സാന്നിധ്യമായിരുന്നു. എന്ത് സൗകര്യം വർദ്ധിച്ചപ്പോൾ എവിടെ പോയി ദൈവമഹത്വം? പറഞ്ഞിങ്ങള് യേശുവോട് പോയി. യേശുവിന്റെ സ്ഥാനം എവിടെ പോയി? മടങ്ങി വരേണ്ട ഒരു സമയമാണിത്. അതുകൊണ്ട് യേശുവുമായിട്ട് ഒരു നല്ല ഫെലോഷിപ്പ് നമുക്ക് വേണം. ഉണ്ടെങ്കിൽ മാത്രമേ ഈ കൃഷി ഫലമുള്ളതാകുകയുള്ളൂ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുള്ളലും വെട്ടികളെയും മുഴുവൻ നിന്ന് കളഞ്ഞ ആ പണ്ടത്തെ വർഷം ഇന്ന് തിരിച്ചു കിട്ടേണ്ടതിനായി നമുക്ക് ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കാം. ഒരു കാര്യം കൂടി ഓർപ്പിച്ച് ആ കാര്യവും ഞാൻ വിടുകയാണ്. അതായത് ഫലം കായ്ക്കാൻ തടസ്സമായിരിക്കുന്ന 3 കാരണങ്ങൾ ഈ ഭാഗത്ത് കാണാൻ കഴിയും. സഭ കൃഷി അറിയുകൊണ്ട് ഫലം കായ്ക്കണം. ഫലം കായ്ക്കാൻ കഴിയാത്തതിന്റെ 3 കാരണങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, നിങ്ങൾ അതിന്റെ 4-ാമത്തെ വാക്യം നോക്കി. ഞാൻ തന്നെ വായിച്ചോളാം, നിങ്ങളെ അങ്ങനെ ഓടി ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. 4-ാം വാക്യം നോക്കിയാൽ മതി. ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ നിന്നു, മറ്റൊരുത്തൻ ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ സാധാരണ മനുഷ്യരല്ലയോ? അപ്പൊല്ലോസ പൗലോസ തങ്ങൾക്ക് കർത്താവ് നൽകിയതുപോലെ നിങ്ങൾ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാരൻ. ക്ലാസ് വേണ്ട, ഫലമില്ലാത്തതിന്റെ ഒന്നാമത്തെ കാര്യം ഐക്യമില്ലാതെ ഇവിടെ വെല്ലുവിളിക്കുക. നിങ്ങളാര്? പൗലോസിന്റെ. നമ്മളാര്? നമ്മൾ അപ്പൊല്ലോസിന്റെ ആൾക്കാർ. നമ്മളാര്? കേഫാവിന്റെ ആളുകള്. ഈ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാ. 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ പൗലോസ് കൊരിന്ത്യരോട് പറയുക, ഈ കൊരിന്ത്യ സഭയോട് പറയുകയാണ്, എന്താ? നിങ്ങളുടെ ഇടയിൽ സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകൾ എനിക്ക് അനുവദിച്ചിരിക്കുന്നു. എന്നിട്ട് വായിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തർ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ. അപ്പൊ കൊരിന്ത്യ സഭ കൃപാവരങ്ങൾക്ക് കുറവില്ല. അന്യഭാഷയ്ക്ക് അന്യഭാഷ, പ്രവചനത്തിന് പ്രവചനം, വ്യാഖ്യാനത്തിന് വ്യാഖ്യാനം, രോഗശാന്തിക്ക് രോഗശാന്തി, തകർത്തടിക്കുക. നമ്മൾ പ്രാർത്ഥിക്കും, കൃപയാൽ ഞങ്ങൾ എന്ത് ചെയ്യണം? പുതിയ ചക്കര ഓരോ വാക്കുകൾ കൃപയാൽ പുതിയ, കൃപ കൊണ്ട് പുതിയ. അതിന്റെ മനോരമ പത്രത്തോട് ഇവിടെ 4 പക്ഷക്കാർ
പൗലോസൊന്നും അവിടെ ഇല്ല. പൗലോസിന്റെ പക്ഷക്കാരൻ ഭാഗത്ത് ചേർന്നാണ്. അപ്പൊ കാണുമ്പോഴേ പൗലോസിന്റെ ആലയം. പൗലോസിന് അറിയുന്നില്ല കേട്ടോ, അയാൾ പറഞ്ഞില്ല എന്റെ വീട്ടിൽ ഗ്രൂപ്പ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ല, അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ വേറെ ഗ്രൂപ്പ് ഒത്തിരി ഗ്രൂപ്പൊന്നുമില്ല. അപ്പല്ലോസിന്റെ ആൾക്കാർ അതിന് തുടങ്ങില്ല. ഒരു കസേര മുറ്റിട്ടായി ഒരു വിടവ് വേണം. ഇവിടുത്തെ വിടവല്ലേ. നിങ്ങൾ വേറൊരു കൂട്ടുകാരുണ്ട്, അവര് പൗലോസിന്റെ പക്ഷക്കാരനെ അതേ സൈഡിൽ ഇങ്ങോട്ട് മാറിക്കുന്നത് കുറെ പേര് ഒത്തിരിയാണ്. പൗലോസിന്റെ കുടുംബത്തിൽപ്പെട്ടവരേക്കാൾ കൂടുതൽ പിന്നെ മൂന്നിൽ ഉൾപ്പെടാത്ത ഭക്തന്മാരൊന്നും നടിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. അവരെന്നാ പറയുന്നത്? നിങ്ങളാരാ? ക്രിസ്തുവിന്റെ അവമാന പൂരിക്കാണ്. ക്രിസ്തുവിനൊന്നുമില്ല. അങ്ങനെ ഇവിടെ ചെറുപ്പക്കാരില്ല. ഞാൻ പൊന്തിയായിട്ട് നീ ആദ്യം വീടുണ്ട്. ആറ് മക്കളിൽ ഒരെണ്ണം കൊണ്ട് ചൂടുള്ളത് അവനായി ഇപ്പൊ ചൂടുകളെ കത്തിച്ചു കൊണ്ട് കിടപ്പത്ത് കയറി ദുഃഖകരമായ സ്ഥിതി. കർത്താവ് പറഞ്ഞത് ഒരു രാജ്യം അതിൽ തന്നെ ചിത്രിച്ചാൽ അതെങ്ങനെ നിലനിൽക്കും? ഒരു ഭവനം അതിൽ തന്നെ ചിത്രിച്ചാൽ എങ്ങനെ നിലനിൽക്കും? ദൈവസഭ എന്ന ഭവനത്തിൽ ചിത്ര ഉണ്ടായാൽ അതെങ്ങനെ നിൽക്കും? പ്രിയപ്പെട്ടവരെ, എങ്ങനെ നിൽക്കും? ഒരിക്കലും പക്ഷം പിടിക്കാൻ ചുക്കാൻ പിടിക്കരുത്. പക്ഷം പിടിക്കാൻ നേതൃത്വം കൊടുക്കരുത്. പക്ഷം പിടിക്കുവാൻ അതിന്റെ ലീഡർഷിപ്പ് കൊടുക്കരുത്. അപ്പോൾ തന്നെ ശാസിച്ചത് മാറ്റണം. നമുക്കൊരേ ഒരു നേതാവ്, ക്രിസ്തു നിങ്ങളുടെ നേതാവ്. ആ യേശു നമ്മുടെ ഈ ഹോളിൽ, നമ്മുടെ ആലയത്തിൽ വലിയവനായി മാറണം. ഉയർന്നു പൊങ്ങിയിട്ടുള്ള സിംഹാസനത്തിൽ അവിടെ കഴിയണം. ഭിന്നത വലിയ കുഴപ്പമാണ്. ഭിന്നത ഫലമുണ്ടാക്കുന്ന ഏക സഹോദരങ്ങളെ ഫലമുണ്ടാക്കുകയാണ്. ഇനി രണ്ടാമത് വേറൊരു കാര്യം കൂടി ഓർക്കേണ്ടത്, ഭിന്നത വരുത്തുന്ന തെറ്റെന്താണെന്ന് അറിയാമോ? അയ്യോ, ചിന്തിക്കേണ്ടതാണ്. ഈ ശബ്ദം കേട്ടാൽ മതി. ഭിന്നത വരുത്തുന്ന കുഴപ്പം നിങ്ങൾ നോക്കിയേ. 13-ാം വാക്യം. അവിടെ ഈ 4 പക്ഷക്കാരോട് പൗലോസ് ചോദിക്കുക, ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല, പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ? 3 കാര്യം പറയാൻ പോവുക, കേൾക്കണം. അനൈക്യം, ഭിന്നത ഉണ്ടാക്കുന്നത് ഒന്ന്, യേശുവിന്റെ ആളത്വത്തിനെതിരെയുള്ള പാപം. ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ചോദിച്ചത്. ക്രിസ്തുവിന്റെ ആളത്വത്തിനെതിരെ ചെയ്യുന്ന പാപമാണ് ഈ അനൈക്യം എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര പേര് മനസ്സിലാക്കിയിട്ടുള്ളത്? പിണങ്ങിയും വഴക്കുണ്ടാക്കിയും ഭിന്നത വിതച്ചും ഭിന്നത വർദ്ധിപ്പിച്ചും ഒക്കെ പോകാൻ എളുപ്പമാണ്. പക്ഷേ അത് വരുത്തി വയ്ക്കുന്ന ആ വലിയ ഭവിഷ്യത്ത് എത്ര വലുതാണെന്ന് അറിയാമോ? അവിടെ പറയുന്നു, ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നു. അഥവാ ക്രിസ്തുവിന്റെ ആളത്വത്തിനെതിരെ ചെയ്യുന്ന പാപമാണ് ഈ ഭിന്നത എന്ന് പറയുന്നത്. രണ്ടാമത് വീണ്ടും അങ്ങനെ ചോദിക്കുക, പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥമാണ് ഭിന്നത, അനൈക്യം യേശുവിന്റെ രക്ഷണീയ പ്രവൃത്തിക്കെതിരെ ചെയ്യുന്ന പാപമാണ്. യേശുവിന്റെ രക്ഷണീയ പ്രവൃത്തിക്കെതിരെ ചെയ്യുന്ന പാപമാണ്. മൂന്നാമത് പൗലോസ് വീണ്ടും ചോദിക്കുക, എന്റെ നാമത്തിൽ നിങ്ങൾ, പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനമേറ്റുവോ എന്ന് പറഞ്ഞ യേശുവിന്റെ നാമത്തിനെതിരെ ചെയ്യുന്ന പാപം. ഇത് മൂന്നും നിങ്ങളുടെ ഹൃദയത്തിൽ കൂടിയിട്ടുള്ള ഭിന്നതയുടെ കൈപ്പ് നിങ്ങളുടെ ഉള്ളത്തിൽ വന്നാൽ ഇത് ഓർത്തുകൊള്ളണം. ഞാൻ എന്റെ സഭയ്ക്ക് ഒരു ഭിന്നതയുടെ കാര്യം ഒരുക്കിയാൽ അത് ക്രിസ്തുവിന്റെ ആളത്വത്തിനെതിരെ ഞാൻ ചെയ്യുന്ന പാപം, യേശുവിന്റെ രക്ഷണീയ പ്രവൃത്തിക്കെതിരെ ചെയ്യുന്ന പാപം, യേശുവിന്റെ നാമത്തിനെതിരെ ചെയ്യുന്ന പാപമാണ് ഈ ഭിന്നത ഉണ്ടാക്കുക എന്നുള്ളത്. അത് മുഖാന്തരങ്ങളിൽ ഉണ്ടാകുന്നു, ഫലമുളവാക്കുന്നില്ല. രണ്ടാമത്തെ കുഴപ്പം എന്താണെന്നറിയാമോ? രണ്ടാമത്തേത് 6-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. 6-ാമത്തെ വാക്യം, ഞാൻ നട്ടു, അപ്പൊല്ലോസ് നനച്ചു, ദൈവമത്രേ വളരുമാറാക്കിയത്. അപ്പോൾ കൃഷിയിൽ ഫലമുണ്ടാകണമെങ്കിൽ രണ്ടാമത്തെ എന്ത് വേണം? ദൈവാശ്രയം വേണം. ദൈവാശ്രയം വേണം. ഇവിടെ നട്ടവനെ കുറിച്ചും ഒന്നും പറയുന്നില്ല, നനച്ചവനെ കുറിച്ചും ഒന്നും പറയുന്നില്ല. എന്താ പറയുന്നത്? ദൈവമാണ്
ഇപ്പോൾ നിങ്ങൾ ഒരാള് അല്ലെങ്കിൽ ഞാൻ പറയുകയാണ്, ഞാനാണ് ആ സഭ ഉണ്ടാക്കിയത്, ഞാനാണ് ആ സഭ ഉണ്ടാക്കിയത്. അപ്പൊ വേറെ ഒരാൾ പറഞ്ഞു, ആരാണ് ഉണ്ടാക്കിയത്? താൻ തന്നെ പാട്ടിൽ കൂടിയില്ലേ, ഞാനില്ലായിരുന്നെങ്കിൽ അത് എങ്ങനെ നിലനിന്നേനെ, ഞാനാണ് അത് നനച്ചൊക്കെ റെഡിയാക്കിയത്. അപ്പൊ പൗലോസ് പറയും, രണ്ടും പൊട്ടന്മാരെ നിങ്ങളിത് കേൾക്കാൻ, നട്ടവനും ഒന്നുമില്ല, നനച്ചവനും ഒന്നുമില്ല, അവിടുന്ന് അതിനെ വളർത്തിയില്ലായിരുന്നെങ്കിലത്തെ അവസ്ഥ എന്തായിരുന്നത്? ദൈവത്തിൽ സമ്പൂർണമായിട്ട് ആശ്രയിക്കും. ദൈവസഭയെ നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളിലും നമ്മുടെ ഭൗതിക നന്മകളിലും അല്ല ആശ്രയിക്കേണ്ടത്. ദൈവസഭ സമ്പൂർണമായും ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ ആ കൃഷി ഫലമുള്ളതായിട്ട് മാറും. മൂന്നാമത്തേത് അതിന്റെ 7-ാമത്തെ വാക്യം നോക്കി, ആകയാൽ വളരുമാറാക്കുന്ന ദൈവമല്ലാതെ നടുന്നവനും നനയ്ക്കുന്നവനും ഏതുമില്ല. എന്തൊരു വാക്കാണ് എന്ന് പറഞ്ഞാൽ സമ്പൂർണമായും മഹത്വം ആർക്ക് കൊടുക്കുന്നു? ദൈവത്തിന് കൊടുക്കുന്നു. 3 കാര്യം ഞാൻ ഓർമ്മിച്ചു. കൃഷി ഫലമണിയുവാൻ ഒന്ന് ഐക്യം വേണം, രണ്ടാമത് ദൈവാശ്രയം വേണം, മൂന്നാമത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഏറ്റവും കൂടുതലായി ഞാൻ അവസാനിപ്പിക്കുന്നു, 5-6 മിനിറ്റും കൂടെ. മൂന്നാമത് ദൈവസഭയെ കുറിച്ച് പറയുന്നത് ഞാൻ ഓർമ്മിച്ചതുപോലെ അത് മന്ദിരമാണ്. മന്ദിരം അവരുടെ കാര്യങ്ങൾ അവിടെ പറയാനുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാനൊന്ന് കൺട്രോൾ ചെയ്യുകയാണ്. മന്ദിരമാണ്. അപ്പൊ ഇവിടെ ഒന്നാമത് അവിടെ എത്തിച്ചു, ദൈവസഭ കുടുംബമാണെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് എന്ത് വേണം? പറഞ്ഞേ, എന്ത് വേണം? അയ്യോ, കുടുംബാംഗങ്ങൾക്ക് എന്ത് വേണം? ഞാൻ അധ്വാനിച്ചത് ദൈവസഭ കുടുംബമാണെങ്കിൽ കുടുംബാംഗങ്ങൾക്കുള്ളവരായിരിക്കണം, പക്വതയുള്ളവരായിരിക്കണം. അതൊക്കെ അത് ഞാൻ നമ്മൾ ആദ്യം ചിന്തിച്ചു. ദൈവസഭ കൃഷിയാണെങ്കിൽ എന്ത് വേണം? ഫലം ഉണ്ടാകണമെങ്കിൽ 3 കാര്യം വേണം. എന്തൊക്കെയാണ്? ഐക്യം വേണം, പിന്നെ ദൈവാശ്രയം വേണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം. മൂന്നാമത് ദൈവസഭ മന്ദിരമാണ്. ദൈവസഭ മന്ദിരമാണെങ്കിൽ കേൾക്കുക, ആ മന്ദിരം നിലവാരമുള്ളതായിരിക്കണം. ദൈവസഭ മന്ദിരമായതുകൊണ്ട് ആ മന്ദിരം നിലവാരമുള്ളതായിരിക്കണം. ഒരു സഭയുടെ നിലവാരം എന്ന് പറയുന്നത് എന്താ? നല്ല സഭാബോധം വേണം. ഭയങ്കര നിലവാരമുള്ള സഭ, ഭയങ്കര ബോധം. എന്താ നിലവാരത്തിന്റെ അടുത്തത്? 3 പേര് ആ സഭയില് ഭയങ്കര നിലവാരമാണ്. 3-4 ഒന്നുമല്ല. എത്ര പേരുണ്ട്? 100. ഭയങ്കര നിലവാരമാണ്. അതെന്താ? സഞ്ചി നിറയെ സ്റ്റോറേജ്. ഒടുവിലിടാൻ വരുന്നവര് കൈകൊണ്ടിങ്ങനെ അണക്കിയായിരുന്നു. അതാണ് നിലവാരം. സഭ നിലവാരമുള്ളതാകണമെങ്കിൽ നമ്മുടെ മണവും ഗുണവും ഉള്ളതാണ്. ചില ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾക്കൊരു സഭയുണ്ട്, ഒരു ഗുണവും ഉള്ള സഭയുണ്ട്. മണവും ഗുണവും ആ സഭയ്ക്ക് എനിക്ക് നിനക്കതില്ലെന്ന് എനിക്കർത്ഥം. നീ ഒരു ഗുണവും ഉള്ളതല്ലാത്തത് കൊണ്ടാണ് സഭയെ നിലവാരമൊന്നുമല്ല. എന്തൊക്കെയാണെന്ന് പറയാവുന്ന ഒന്ന്, സഭ നിലവാരമുള്ളതാകയാൽ സഭയിലെ പണികൾ നിലവാരമുള്ളതായിരിക്കണം. പണികൾ അത് 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ആ കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ നിങ്ങൾക്കൊക്കെ നമ്മുടെ ഇലാസ്റ്റിക് പോലെ വലിച്ചു നീട്ടാൻ കഴിവുള്ളവരാണ്. പിന്നെ നിങ്ങൾ നോക്കിയാണ് 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ സഭയുടെ നിലവാരം ഒന്ന്, പണി നിലവാരമുള്ളതായിരിക്കും. നിലവാരമുള്ള പണിയായിരിക്കും. എന്താ നിലവാരമുള്ള പണി എന്ന് പറയുന്നത്? ബിന്ദുപോകാത്ത പണിയായിരിക്കാമെന്ന് അർത്ഥം. ഇനി ഇതിനകത്ത് പണിയെ കുറിച്ച് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം. അത് പറഞ്ഞില്ലേ, ശരിയാണ്. ഉള്ള സമയം മതിയിരിക്കും. ഇവിടെ നിങ്ങൾ ആ 10-ാം വാക്യം നോക്കണേ.
10-ാം വാക്യം നോക്കുമ്പോൾ ഞാൻ തന്നെ വായിക്കാൻ നിങ്ങളുടെ ബൈബിൾ നോക്കിയാൽ മതി. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ഞാൻ ജ്ഞാനം കൊണ്ട് പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തം മീതെ പണിയും. അടുത്തത് താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളണം. താൻ എന്തു പണിയുന്നു എന്ന് നോക്കിക്കൊള്ളട്ടെ. താൻ എന്ത് പണിയുന്നു എന്ന് നോക്കിക്കൊള്ളട്ടെ. അല്ലെ താൻ എത്ര പണിയുന്നു അല്ല, നിലവാരമുള്ള പണി, ക്വാളിറ്റി പണിയാണ്. എങ്ങനെ പണിയുന്നു എന്ന് നോക്കിക്കോളാം. എങ്ങനെയുള്ളതാണ്. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയുകയാണ്, ഞാൻ ഈ പ്രസംഗം തുടങ്ങിയിട്ട് എത്ര കാലമായി അറിയാം. ഇന്ന് വന്നിരിക്കുന്ന ജന്മകാലത്ത് ജനിക്കുന്നതിന് മുമ്പേ പ്രസംഗം എത്ര വർഷമായി അറിയാം. 14-19 വർഷമായി പ്രസംഗം. അപ്പൊ പൗലോസ് പറയും, ഞാനപ്പോഴേ നീ എത്ര വർഷമായി പ്രസംഗിക്കാൻ തുടങ്ങി എന്നുള്ളതല്ല, കേൾക്കണം, എങ്ങനെ പ്രസംഗിച്ചു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. സ്തോത്രം. എങ്ങനെ എന്റെ ഒരു ബ്രദറെ സഭയിൽ ആളെ വന്നാലും ഞങ്ങളുടെ വീട്ടിലാണ് പോയി അതില്ലേ സക്കാരൊന്നും ഇല്ലേ, ഇവിടെ വെച്ച് തന്നെ ചൂട് കൊടുത്തിട്ടില്ല. എന്റെ ബ്രദറെ ഞങ്ങളുടെ സഭയിൽ വരുന്നവരെ എല്ലാം വിളിച്ചുകൊണ്ട് പോകുന്നതല്ല, ഞങ്ങളെ സഹകരിക്കുന്നത് നല്ല കാര്യം ചെയ്യണം. വന്ന എത്ര പേരെ സത്യച്ചു എന്നുള്ളതല്ല, എങ്ങനെ സത്യച്ചു, എങ്ങനെ കിട്ടുന്നുണ്ടോ. പിന്നെ ഞാനുണ്ടല്ലോ, സഭായോഗം കഴിഞ്ഞാൽ ഒറ്റ ഒരുത്തന് കൈ കൊടുക്കാതെ ഒരൊറ്റ മുതൽ കൈ കൊടുക്കാം. വീട്ടിൽ ചെന്നിച്ചത് ഓയിൻമെന്റ് പറ്റിട്ടൊന്നും കോടിന് വേദന. എന്നാണ് മൊത്തം കൈ കൊടുത്തേച്ചാ പോകുന്നു. ഒറ്റ ഒരാൾക്ക് കൈ കൊടുക്കാതെ ഇരിക്കുകയാണ്. എല്ലാ ആഴ്ചയിലും കൈ കൊടുക്കും. നല്ല കാര്യം. പൗലോസ് പറയുക, നീ ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് എത്ര പേർക്ക് കൈ കൊടുത്തു എന്നുള്ളതല്ല വിഷയം, കൊടുത്തപ്പോൾ എങ്ങനെ കൊടുത്തു എന്നുള്ളതാ വിഷയം. എല്ലാ ഞായറാഴ്ച ഇവിടെ വന്ന അപ്പം കുടിക്കുമല്ല വിഷയം, എങ്ങനെ നോക്കിയെന്നുള്ളത്. എങ്ങനെ എന്നുള്ളതിന് അടിവരയും അടിവര എങ്ങനെ, അതാണ് നിലവാരമുള്ള പണി എന്ന് പറയുന്നത്. നമ്മൾ എന്തുമാത്രം പണിയുന്നതിലൂടെയല്ല, ആ പണിയുടെ പിന്നിൽ വ്യാപരിക്കുന്ന മനോഭാവത്തെ ദൈവം കാണുന്നു. സ്തോത്രം. അതാണ് മനോഭാവമാണ് വിഷയം. ദൈവം ഹൃദയങ്ങളെ നോക്കുന്നവന് അവിടെയാണ് വിഷയം. ദൈവമേ സ്തോത്രം. നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്നെങ്കിൽ നല്ല കാര്യമാണ്. ഇതുവരെ ചെയ്തതിനെ കുറിച്ച് ഒരു പുകഴ്ചയും പറയാനില്ല. ആ ചെയ്തത് എങ്ങനെയായിരുന്നു, അപ്പോഴത്തെ എന്റെ മനോഭാവം എങ്ങനെയായിരുന്നു. ഞാനേ കുറച്ചുപേര് സഹിയെ കുടിക്കാൻ സഹിയെ കണ്ട എയർപോർട്ടിലോ അല്ലെങ്കിൽ വിളിച്ച് കാണുമോ ആ റൂമിൽ ചെന്ന് ഒരു കൈയല്ല സ്നേഹം കൂടുമ്പോൾ നമ്മൾ രണ്ട് കൈകളാണ്. ഇതാണ് സജീവിശേഷം. പക്ഷെ കല്യാണികളെ കൊണ്ടാണ് സജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ സുഖമാണ് സജീവ ഞാൻ നോക്കുന്നത്. പണ്ട് കാലത്ത് നമ്മുടെ ദുബായിൽ എൻ്റെ അടുക്കൽ ഒരാളെ ഒരു സഹോദരനുണ്ട്. പുള്ളിക്ക് സരിയായി ശരി പോയി ചെറുക്കാനോട് ഞങ്ങൾ പോയി. അപ്പൊ എവിടുത്തെ വിളിച്ചു എന്റെ പറയാതിരിക്കുന്ന നല്ലത് ചാന്തപ്പിള്ളേ, എടാ സജിയെ കളിപ്പിക്കാൻ നീ സ്നേഹം കാണിച്ചില്ലേ. ഇത് നമ്മുടെ കാര്യമായി പകലിൽ പറയുന്നത്, ദൈവമായിട്ട് വെച്ച ക്ലാസ് ആണ് ഇത്. കൈ കൊടുക്കുകയും സ്നേഹത്തിന്റെ വാക്കുകൾ പറയും, തേൻ ഒഴുകുന്നത് പോലെ സംസാരിക്കുകയും ചെയ്യുമോ. ഹൃദയത്തിൽ യുദ്ധമാണ്, ആത്മാർത്ഥതയില്ലാത്ത ഹൃദയം. ദൈവം അത് നോക്കിക്കൊണ്ടിരിക്കുക. സകല ഹൃദയങ്ങളിൽ അറിയുന്ന ദൈവം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിലവാരമുള്ള പണിയാകണമെങ്കിൽ മനസ്സ് നന്നായി ആത്മാർത്ഥതയോടുകൂടി
ദൈവം പ്രസാദിക്കുന്ന ഹൃദയ നിലവാരത്തോടുകൂടെ വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ദൈവം സഹായിക്കട്ടെ. ഇനി പണി നിലവാരമുള്ളതായിരിക്കണമെങ്കിൽ രണ്ടാമത് 16 മുതൽ അതിന്റെ 20 വരെയുള്ള വാക്യങ്ങൾ വേണം നമുക്ക് എടുക്കാം. 20 വരെ, പ്രത്യേകിച്ച് 16, 17 അതിന്റെ 18 വരെയുള്ളതാണ് ശരിക്കുള്ളത്. എങ്കിൽ 20 വരെ, 16 മുതൽ 20 വരെ മന്ദിരം ആയതുകൊണ്ട്, സഭ മന്ദിരമായതുകൊണ്ട് നിലവാരം ഉള്ളതായിരിക്കണം. അതിൽ നിലവാരമുള്ള പണി ഇരിച്ചു. രണ്ടാമത് നിലവാരമുള്ള മനോഭാവം വേണം. നിലവാരമുള്ള മനോഭാവം വേണം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങളും. അപ്പൊ നിലവാരമുള്ള മനോഭാവത്തിൽ നിന്ന് എന്ത് വരും? ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭ ഏത് സഭയാണ്? ദൈവത്തിന്റെ മന്ദിരമാണ്. അത് ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല? നശിപ്പിക്കാൻ. ഈ സഭകളിൽ വഴക്കുണ്ടാക്കുന്ന പാർട്ടികളുണ്ടെന്നേ. ചിലർ സഭ വരുന്നത് തന്നെ ഒരു വഴക്കിന് വേണ്ടിയാണ്. പല ഉദ്ദേശം. അതിലൊന്ന് വഴക്കാം. അന്ന് വഴക്കിട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര തൃപ്തി. ഞായറാഴ്ചയാണ് കൂടുതൽ കടന്നു വഴങ്ങിന്റെ വഴക്കൊപ്പിച്ചു. കാര്യമായ മോശം വഴക്കം കൊണ്ട് ശരിക്കും പറ്റിയില്ലെങ്കിൽ അവർ പറയും, നിങ്ങൾക്ക് എന്നോട് അങ്ങോട്ട് പറയാൻ കൊള്ളാമില്ല, അവരോട് തന്നെ 2 വാക്ക് പറയുകയും ചെയ്യാൻ. നല്ല ആത്മീയമായ പറയുന്നതിലുണ്ടായി. ഇതെല്ലാം നമ്മുടെ കാര്യമാണ് ഈ മനുഷ്യനോട് പറയുന്നത്. സഭയിൽ വളർന്നുണ്ടാക്കുന്നവരെ ഭിന്നത ഉണ്ടാക്കുന്നവരിൽ ഒരു കാര്യം മാത്രമാണ്. അത് ഗൗരവമായിട്ട് ഞാൻ പറയാൻ പോവാം. തലമുറയെ കൂടെ അത് എന്ത് ചെയ്യും? ബാധിക്കുന്നുള്ളതിന് തെളിവ് ഞാൻ പറയാം. ഉസിയാവ് പള്ളി കിടന്നുകൊണ്ട് എന്ത് ചെയ്യും? ഉസിയാവ് വഴക്കുണ്ടാക്കിയല്ലേ? എവിടെ കിടന്നോളാം? പള്ളിയില്ല. ദൈവാലയത്തിൽ കിടന്നോളാം. അതിന് വഴക്കുണ്ടാക്കി പുരോഹിതന്മാരുമായിട്ട് വഴക്കുണ്ടാക്കി. അത് കഴിഞ്ഞ് യോനാം വന്ന് കഴിഞ്ഞപ്പോൾ പള്ളിയിൽ പോയില്ല. അവിടെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ വലിയ രസമാണ്. അത് പോയില്ല. അപ്പം പള്ളി വഴക്കുണ്ടാക്കി. മോന്റെ കാലം വന്നപ്പോ പള്ളിയിലോട്ട് പോയി. അത് കഴിഞ്ഞ് അവന്റെ മോനാണ് പുസ്തകം അടക്കാൻ പോകും. അവന്റെ മോനാണ് ആകാശ്. അവൻ വഴക്കുണ്ടാക്കാൻ പോയില്ല, പള്ളിയിൽ പോകാനും പോയില്ല. അവൻ പള്ളി കൂട്ടി. അവിടെ പള്ളി കൂട്ടി. അപ്പോൾ അപ്പൻ വഴക്കുണ്ടാക്കി. മകൻ പോയില്ല. കൊച്ചുമകൻ വന്നപ്പോ പള്ളി ഇതല്ലേ സംഭവിച്ചു? ഭയപ്പെടണം കേട്ടോ. ഞാൻ ഉൾപ്പെടെ നമ്മൾ ഭയപ്പെടണം. ദൈവത്തോട് കളിക്കുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ദൈവത്തിന്റെ മന്ദിരമാണ്. ആ മന്ദിരത്തിൽ നല്ല നിലവാരമുള്ള മനോഭാവത്തോടുകൂടെ ജീവിക്കണം. ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. ഞാനും എന്റെ കുടുംബ നിമിത്തമായി ഈ മന്ദിരത്തിൽ ഒരു ദോഷവും വരാൻ പാടില്ല. അതിന്റെ തലമുറയെ ബാധിക്കുന്നതാണെന്നുള്ള ബോധം നമുക്കുണ്ടാകണം. ഏറ്റവും ഒടുവിൽ നിലവാരമുള്ള സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. 17-ാം വാക്യം നോക്കിയ ഒടുവിലത്തെ വാക്യം മലയാളത്തിൽ, ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങളും. നിലവാരമുള്ള സ്വഭാവം വിശുദ്ധരായിട്ട് എങ്ങനെയാ? കുഞ്ഞുങ്ങളിരിക്കുന്നു, ചെറുപ്പക്കാരിരിക്കുന്നു, പറയാൻ പേടിയാണ്. എന്നാൽ കോട്ടയത്ത് ഒരു സ്ഥലത്തുനിന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഇനി അതേതാണെന്ന് കണ്ടുപിടിക്കാൻ രാത്രിയിൽ ഉറങ്ങാൻ പോയിരിക്കരുത്. കൊള്ളാവുന്ന ഒരച്ഛൻ, എല്ലാവരും നമ്മുടെ ജെയിംസാൻ അറിയാൻ ഞാൻ പറയാൻ പോകുന്ന പേര് പറഞ്ഞ അദ്ദേഹത്തിന് കൊള്ളാവുന്ന ഒരച്ഛൻ. ആ അച്ഛൻ അവിടുത്തെ ചില ബുദ്ധിമുട്ട് കണ്ടിട്ട് അടുത്തുള്ള വേറൊരു സമയമുണ്ട്. ഞാൻ ചോദിച്ച അച്ഛാ എന്തിനാ അച്ഛാ പോയത്? ഇത് എത്രയോ വർഷമായി വലിയൊരു സമയം. അച്ഛൻ അങ്ങനെ സഹോദരൻ നോക്കുക. അവിടെ ഉണ്ടെന്നേ അവന് ആ ലീഡ് ചെയ്യുന്നത് നേതൃത്വമൊക്കെ അറിയാം. പക്ഷെ അവനൊക്കെ വാട്ടീസ് ഞാൻ അവനോട് പറഞ്ഞാ ഇത് രണ്ടും കൂടെ ഒന്നിച്ചു കൊണ്ടുകൊണ്ട് നടക്കുകയാണ്. ഒന്നുകിൽ നീ ഇത് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ചെയ്യാൻ. അപ്പോൾ അവൻ എന്നോട് പറയുക, അത് എന്നോട് മാത്രം എന്തിനാ പറയുന്നത്? വേറെ 8 പേരുള്ള 8 people, another 8 people.
നമ്മൾ എന്ത് പോയി നിൽക്കുന്നു? ഈ പഠിക്കാൻ പോകുന്നവരുടെ ഇവിടെ വരുമ്പോൾ പറഞ്ഞ് ഞാൻ അവിടെ കൂട്ടായ്മയിൽ കിട്ടായ്മയില്ല, അവരുടെ കൂട്ടായ്മയിൽ അവരോട് പാർക്ക് പോകും നടക്കുകയായിരുന്നു. ഏതാണ്ടൊക്കെ ഇട്ട് ചവച്ചോടൊന്ന് നടന്നാണേ. ചവച്ച് ഭയങ്കര ചവയായിരുന്നു. ഇടയ്ക്ക് പാർട്ടി കിടന്നാ നടന്നു. എന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് പറയും ഞാൻ അവിടെ എന്തായാലും ഇത് നിങ്ങളോട് ഒരുമിച്ച് അപ്പം തിന്നാൻ ഞാൻ വളരെ സന്തോഷം. ആണെന്ന് മക്കളെ ഈ വയസ്സിൽ പറയുന്നൊക്കെ നേരാ. ഇന്നത്തെ തലമുറ മക്കള് മാതാപിതാക്കൾ നരകങ്ങളോടുകൂടെ പ്രാർത്ഥിക്കണം. ഒരു വല്ലാത്ത ലോകമാണ്. ഏത് സമയത്തും ലോകത്തിന് പുറകെ പോകാവുന്ന സാഹചര്യമാണ്. അതിന് പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്. ഇവിടുത്തെ ഉന്നതരായ ഉദ്യോഗസ്ഥന്മാർ വരെ അതിന് പിന്തുണച്ച് കഴിയുക. നമ്മുടെ മക്കളെ സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. മുറ്റുമേൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിലവാരമുള്ള കുഞ്ഞുങ്ങളായി വളരണം. അവർക്ക് ജീവിക്കണം. ജോലി ഉണ്ടായാൽ പോരാ, വിദ്യാഭ്യാസം ഉണ്ടായാൽ പോരാ, ആത്മീയ നിലവാരമുള്ളവരായിട്ട് അവർ ജീവിക്കണം. നിങ്ങൾ എനിക്ക് ഈ 2 ക്ലാസ് തന്നതിൽ ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഇനി ഈ ക്ലാസ് നിങ്ങൾക്ക് ആർക്കും പ്രയോജനപ്പെടുത്തുന്നു എനിക്കും വേണം. എനിക്കതാ പകലിൽ നമ്മളോർത്ത് സഭയോടുള്ളത് പ്രാർത്ഥിക്കുക. ഇപ്പൊ നമ്മളോർത്തു ദൈവസഭയെ സംബന്ധിച്ച് പൗലോസ് വെളിപ്പെടുത്തുന്ന 3 കാര്യം. ഒന്ന്, സഭ ഒരു കുടുംബമാണ്, കുടുംബത്തിലുള്ളതാണ്. വഴക്കുണ്ടാക്കിയും വെല്ലുവിളിച്ച് വീഴ്ചയും പടവുമായി നടക്കേണ്ടവരല്ല. ദൈവവചനത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് എത്തി അവരെ പക്വതയുള്ളവരായിരിക്കണം. രണ്ടാമത് നമ്മൾ ഓർത്തു സഭ ദൈവത്തിന്റെ കൃഷി. ആ കൃഷി ഫലമുള്ളതായിരിക്കും. ഫലമുള്ളതാകണമെങ്കിൽ യേശുവുമായിട്ടുള്ള നല്ല കൂട്ടായ്മയിൽ പോകണം. കൂട്ടായ്മയിൽ പോകണമെന്നുണ്ടെങ്കിൽ 3 കാര്യങ്ങളുണ്ട്. 1, ഐക്യം. 2, ദൈവാശ്രയം. 3, ദൈവമഹത്വം നമ്മളിൽ ഉണ്ടാകും. 3, സഭ ദൈവത്തിന്റെ മന്ദിരമാണ്. സഭ ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ അത് നിലവാരമുള്ളതായിരിക്കും. അതിന്റെ പണി നിലവാരമുള്ളതായിരിക്കും. മനോഭാവം നിലവാരമുള്ളതായിരിക്കും. സ്വഭാവം നിലവാരമുള്ളതായിരിക്കും. കർത്താവ് സഹായിക്കട്ടെ.